അങ്ങനെ IQ15 ലോഞ്ചിനായിട്ട് മാരിയറ്റിൽ വന്നേക്കാണ്. യൂട്യൂബിൽ വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 8 വർഷത്തോളമായി. അതിൻ്റെ ഇടയിൽ കുറേ നാൾ കൂടിയാണ് ഒരു ഇവൻറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചത്. IQൻ്റെ 15 ലോഞ്ചിങ് ഇവൻ്റാണ്. അതിൽ അതിയായ സന്തോഷമുണ്ട് പങ്കെടുക്കാൻ പറ്റിയത്. യൂട്യൂബ് കാരണമാണ് ഇതെല്ലാം ലഭിച്ചിരിക്കുന്നത്. ചില മണ്ടന്മാരായ ആൾക്കാർ യൂട്യൂബിൽ വന്നിട്ട് നിങ്ങൾ എന്ത് നേടി എന്ന് അന്വേഷിക്കുന്നവരോട് ലുലു മാരിയറ്റിൽ IQൻ്റെ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ പോകുകയാണ്. ഞാൻ യൂട്യൂബിൽ വന്നുകൊണ്ട് തന്നെയാണ് ലുലു മാരിയറ്റ് ഹോട്ടലിൽ IQൻ്റെ സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നത്. ഞാൻ എന്ത് നേടി എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഇതല്ല. IQൻ്റെ തന്നെ ടോപ്പ് ലൈനപ്പ് IQൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് വിശേഷിക്കാൻ പോകുന്ന IQ15 ലോഞ്ചിനാണ് വന്നിരിക്കുന്നത്. സോറി, IQ സ്മാർട്ട് ഫോണിൻ്റെ അൺവീലും ഫസ്റ്റ് ഇംപ്രഷനുമാണ് നമ്മൾ ഈ സിനിമകളിലൂടെ കാണുന്ന ഈ കറങ്ങുന്ന വാതിലൂടെ 5 സ്റ്റാർ ഹോട്ടലിന്റെ അകത്തോട്ട് നമുക്ക് പ്രവേശിക്കാം. ഇവനെ എതിർത്തു നിൽക്കാനാരുണ്ട് രാജ. ഇങ്ങനെയുള്ള ഇവന്റുകളിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം രജിസ്ട്രേഷൻ ആണ്. എത്ര പേരാണ് ഇവന്റിൽ വന്നിരിക്കുന്നതെന്ന് അറിയാനായിട്ടാണ് രജിസ്ട്രേഷൻ പ്രോസസ് നടത്തുന്നത്. ഈ കാണുന്നതാണ് IQന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ 15. അങ്ങനെ രജിസ്ട്രേഷൻ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആക്കി അകത്തോട്ട് കയറാനുള്ള പാസ് ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ IQന്റെ പഴയ മൊബൈലുകൾക്കായിട്ടുള്ള സർവീസ് ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. IQ കമ്മ്യൂണിറ്റികളിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ഇവർ ഈ IQ കമ്മ്യൂണിറ്റി പോലെ കൂട്ടായ്മകളും മറ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾക്കും സംഘടിപ്പിക്കാവുന്നതാണ്. സൗഹൃദങ്ങൾ പുതിയതായാലും പഴയതായാലും എല്ലാം നല്ലതല്ലേ. ഇങ്ങനെയുള്ള ഇവന്റിലൂടെ പുതിയ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നു. ഇവൻ രാജ ഇവനെ എതിർത്തു നിൽക്കാനാരുണ്ട് രാജ ഇവനെ. ഇവൻ സൂപ്പർ സ്റ്റാർ, ഇവൻ സൂപ്പറാണെടാ. ഇവൻ സൂപ്പർ സ്റ്റാർ, ഇവൻ സൂപ്പറാണെടാ പറാണെടാ. IQ15 പറ്റി പരിചയപ്പെടുത്തലും ഒറിജിൻ OS 6 പറ്റി. നിലവിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഫൺ ടച്ച് OS ആയിരുന്നു. അത് മാറി ഇനി നമുക്ക് ചൈനയിൽ ലഭിക്കുന്ന ഒറിജിൻ OS 6 ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. കാണുന്നതാണ് IQ15 ബോക്സ് പാക്ക്. ബോക്സിൽ അങ്ങനെ എടുത്തു പറയത്തക്ക പ്രത്യേകത ഒന്നുമില്ല. ഇതൊരു ബ്ലാക്ക് ബോക്സ് ആണ്. ഈ കാണുന്നതാണ് IQ15 സ്മാർട്ട് ഫോൺ. അപ്പൊ ഇതിന്റെ ബാക്കിലായിട്ട് RGB ലൈറ്റിംഗ് ഒക്കെ കത്തണതാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതൊക്കെയാണല്ലോ. ഫോണിന്റെ സ്പെസിഫിക്കേഷൻ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 6.8 ഇഞ്ചിന്റെ സാംസങ്ങിന്റെ 2K LED ഡിസ്പ്ലേ ആണ്. 144 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും പുതിയ 8 Elite Gen 5 ചിപ്സെറ്റ് ആണ് നൽകിയിരിക്കുന്നത്. AIക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ചിപ്സെറ്റ് വരുന്നുണ്ട്. സൂപ്പർ കമ്പ്യൂട്ടിംഗ് Q3 ചിപ്സെറ്റ്. ഫോണിന്റെ സ്റ്റോറേജ് തന്നെ 512GB 16GB ആണ് റാമും നൽകിയിരിക്കുന്നത്. ബാറ്ററി തന്നെ 6000 mAh 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ, പിന്നെ 40 വാട്ടിന്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്, 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ലഭിക്കുന്നതാണ്. ഫോൺ 26-ാം തീയതിയാണ് ലോഞ്ച് ചെയ്യണത്. ഈ ഫ്ലാഗ്ഷിപ്പ് ഫോണിന്റെ വില എത്രയാന്നുള്ളത് നിങ്ങൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് നോക്ക്. എങ്ങാൻ നിങ്ങൾക്ക് IQ ഫോൺ ലഭിച്ചാലോ. കഴുകനെ പോലെ പറന്നിറങ്ങി ഇവൻ രാജ ഇവനെ എതിർത്തു നിൽക്കാനാരുണ്ട് രാജ ഇവനെ. ഇവൻ സൂപ്പർ സ്റ്റാർ, ഇവൻ സൂപ്പറാണെടാ. ഇവൻ സൂപ്പർ സ്റ്റാർ, ഇവൻ സൂപ്പറാണെടാ. കഴുകനെ പോലെ പറന്നിറങ്ങി ഇവൻ രാജ ഇവനെ എതിർത്തു നിൽക്കാനാരുണ്ട്
ഈ കാണുന്ന എല്ലാ വീഡിയോസിലും ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. രാജ ഇവനെ ഇവൻ സൂപ്പർ സ്റ്റാർ ഇവൻ സൂപ്പറാണെടാ. ഇവൻ സൂപ്പർ സ്റ്റാർ ഇവൻ സൂപ്പറാണെടാ. ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഇവിടെ കുറെ കേക്ക് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്, നമുക്ക് വാങ്ങാവുന്നതാണ്. ഇനി അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങുക. ഈ മാരിയറ്റ് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഫൗണ്ടൻ അടിപൊളിയായിട്ടുണ്ടല്ലേ. പിന്നെ വീട്ടിലെത്തിയിട്ട് വേറെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഫൗണ്ടൻ ഇങ്ങനെ കുറച്ചു നേരം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, മറ്റ് പല ഇവന്റുകൾക്കും ക്ഷണം ലഭിക്കാറുണ്ട്. താല്പര്യമുള്ള ചില ഇവന്റുകൾക്ക് മാത്രമേ ഞാൻ പോവാറുള്ളൂ. അങ്ങനെ ഐക്യുവിന്റെ ഇവന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി തിരിച്ച് ഒന്നില്ലെങ്കിൽ വീട്ടിലോട്ട് അല്ലെങ്കിൽ ലുലു മാളിലോട്ട്. ഐക്യു ഇവന്റ് വാസ് കംപ്ലീറ്റഡ്. ഇനി നേരെ വീട്ടിലോട്ട്, അതായിരിക്കും പ്ലാൻ. വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല.